നമ്മൾ ഓൾറെഡി 3 പാർട്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ എവല്യൂഷൻ ഓഫ് മാനേജ്മെൻറ്റ് എന്നുള്ള ഫസ്റ്റ് ഉള്ള ആ ഒരു യൂണിറ്റിൻ്റെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഈ ഒരു യൂണിറ്റിൻ്റെ അവസാനത്തെ പാർട്ടാണ്. ഓക്കെ, സോ നല്ല രീതിയിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. ഇതിൻ്റെ മറ്റ് പാർട്ടുകൾ മൊത്തം 4 പാർട്ടുകളാണ് ഫസ്റ്റത്തെ ആ ഒരു യൂണിറ്റ് ബേസ് ചെയ്ത് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നല്ല രീതിയിൽ തന്നെ അത് മനസ്സിലാക്കിയിട്ട് പഠിക്കുക കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. ഹിയർ വി ഗോ ടു ദ വീഡിയോ. ഓക്കെ, സോ MBO എന്ന് പറയുമ്പോൾ നമ്മുടെ സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ്സുകളെല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നീറ്റ് ആയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് തന്നെ MBOയിൽ എഴുതിയിട്ടുണ്ട്. ഒബ്ജക്റ്റീവ്സുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഈ ഒബ്ജക്റ്റീവുകൾ നേടിയെടുക്കാൻ നമുക്ക് ഈസിയാണ്. Okay, so since the organizational objectives are defined very clearly in MBO, they help in relating to the organization with its environment. ആ എൻവയോൺമെന്റുമായി സഹകരിച്ചു പോകാൻ വളരെ ഈസിയാണ് സ്ഥാപനത്തിന് തന്നെ. കാരണം നമ്മളെല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ വലിയ കെയോസ് ഒന്നും ഉണ്ടാവില്ല. Okay, and MBO provides greatest opportunity for personal satisfaction because of their participation in objective setting and the rational performance of appraisal. Already എല്ലാം മുൻകൂട്ടി പ്ലാൻ ചെയ്തത് കൊണ്ട് തന്നെ വളരെ പേഴ്സണൽ സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെ വലിയ അൺസർട്ടിനിറ്റി ഒക്കെ ഉണ്ടാവുന്നുള്ള പേടി വലുതായിട്ടില്ലാണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സാധിക്കും. ആൻഡ് MBO stimulates organizational change and provides a framework and guidelines for an organizational change. നമ്മുടെ ഓർഗനൈസേഷനിൽ ചേഞ്ച് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ, അല്ലെങ്കിൽ പുറത്ത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ചേഞ്ച് നമ്മുടെ സ്ഥാപനത്തിൽ വരുത്താനുള്ള ഒരു ഗൈഡ് ലൈൻസ് MBO പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ MBOന്റെ കുറച്ച് പ്രോബ്ലംസ് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈച്ച് ഓർഗനൈസേഷൻ ലൈക്ലി ടു എൻകൗണ്ടർ സ്പെസിഫിക് പ്രോബ്ലംസ് ഇൻ MBO പ്രാക്ടീസ്, ബട്ട് സം ഓഫ് ദ കോമൺ പ്രോബ്ലംസ്, അതായത് ഓൾമോസ്റ്റ് എല്ലാ പ്രശ്നങ്ങളും നമുക്ക് MBOയിലൂടെ പരിഹരിക്കാം. പക്ഷെ വേറെ കുറച്ച് പ്രശ്നം എന്ന് വെച്ചാൽ ഇത് കുറച്ച് കോസ്റ്റ്ലി ആണ്. ഒരു ചെറിയ ഒരു ബിസിനസ്സിനൊക്കെ ഇത് അത്ര അഫോർഡബിൾ ആവില്ല ഒരു MBO പ്രോസസ്സ് മുന്നോട്ട് കൊണ്ടുപോകാന്ന് പറയുന്നത്. പിന്നെ മാനേജേഴ്സിന് ഈ MBO ഫിലോസഫി പഠിപ്പിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിൽ കുറച്ച് ഫെയിലിയേഴ്സ് വരാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ ഒബ്ജക്റ്റീവ് സെറ്റ് ചെയ്യുന്നത് ശരിയായിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തം പാഴായി പോകും. ഓക്കെ, ആ ഒരു ഫസ്റ്റ് സെക്ഷൻ നമ്മൾ ചെയ്യുന്നതിൽ എന്തെങ്കിലും പാകപ്പിഴകൾ വന്നിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും പിന്നീട് അങ്ങോട്ടേക്ക്. പിന്നെ ഷോർട്ട് ടേം ഒബ്ജക്റ്റീവ്സിനായിരിക്കും കൂടുതൽ പ്രാധാന്യം കൊടുക്കാൻ സാധ്യതയുള്ളത്. പിന്നെ ഈ ഇൻഫ്ലെക്സിബിലിറ്റിന്റെ ഒരു ഡേഞ്ചർനെസ് ഉണ്ട്. ഓർഗനൈസേഷൻ ഡൈനാമിക് എൻവയോൺമെന്റിൽ ആവുന്ന സമയത്ത് ഈ ഒരു ഇൻഫ്ലെക്സിബിലിറ്റി, ഇതിന്റെ ഒരു ഫ്ലെക്സിബിലിറ്റി ഇല്ലായ്മ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ മാനേജേഴ്സിന്റെ ഇടയിൽ ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടാവാനുള്ള ഒരു സാധ്യത, ഒരു അവർക്ക് എല്ലാത്തിനോടുള്ള ഒരു മടുപ്പ്, അല്ലെങ്കിൽ ഒരു എല്ലാം കൊണ്ടുള്ള ഒരു ഓവർ ആയിട്ടുള്ള ജോലികൾ കിട്ടുക, അങ്ങനെ കുറച്ചൊരു അവർ കുറച്ച് ഫ്രസ്ട്രേറ്റഡ് ആവാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട്. അപ്പോ ഇത്രയും കാര്യങ്ങൾ MBO വളരെ നല്ലൊരു, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫിലോസഫി ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. ബട്ട് അതിലും കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഓക്കെ, റെഡി അല്ലേ? അടുത്തൊരു ഇമ്പോർട്ടന്റ് ഏരിയ ആണ്, ദാറ്റ് ഇസ് മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. അതായത് ഇതിനെ MBE എന്നാണ് കേട്ടോ വിളിക്കുക, MBE. മറ്റേത് MBO മാനേജ്മെന്റ് ബൈ ഒബ്ജക്റ്റീവ്, ഇത് MBE മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ, അങ്ങനെയാണ് പറയുന്നത്. അതായത് നമ്മുടെ സ്ഥാപനത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാകുമ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ടോപ്പ് മാനേജ്മെന്റ് സമയം കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ അൺവാണ്ടഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇമ്മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അവർ കൂടുതൽ സമയം കണ്ടെത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇങ്ങനെ അൺവാണ്ടഡ് ആയിട്ടുള്ള, അൺവാണ്ടഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേണ്ടാന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, വേണം, പക്ഷെ അത് ടോപ്പ് ലെവൽ മാനേജ്മെന്റ് ചെയ്യണമെന്നില്ല. അത് ചെയ്യാൻ നമുക്ക് വേറൊരു വിങ്ങിനെ ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പൊ ഒരു സ്ഥാപനത്തില് അവരെ വൃത്തിയാക്കുക, അതായത് ക്ലീനിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് ഇമ്പോർട്ടന്റ് ആണ് ഒരു സ്ഥാപനത്തില്. അതില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ അത് ടോപ്പ് മാനേജ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെന്ത് ചെയ്യണം, ആ ഒരു കാര്യം വേറൊരു ഏജൻസി അങ്ങ് ഏൽപ്പിച്ചു കൊടുക്കുക. അപ്പൊ ടോപ്പ് മാനേജ്മെന്റിന് അവരുടെ ഇമ്പോർട്ടന്റ് ആയ കാര്യങ്ങൾക്ക് സമയം കിട്ടും, അവിടെ നടക്കേണ്ട കാര്യങ്ങൾ വൃത്തിയായിട്ട് നടക്കുകയും ചെയ്യും. അങ്ങനെ നമ്മൾ കൂടുതൽ ആ ഒരു ഇമ്പോർട്ടൻസ്, വൈറ്റൽ ആയിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാം. അത്ര ഇമ്പോർട്ടന്റ് ആണ്, പക്ഷെ അത് ടോപ്പ് മാനേജ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനത്തെ കാര്യങ്ങൾക്ക് കൂടുതൽ പുറമേയുള്ള ഏജൻസികൾക്ക് അല്ലെങ്കിൽ വേറൊരു ഡിപ്പാർട്ട്മെന്റിന് അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചാർജ് കൊടുക്കുക. So attention and priority is given only to material deviations requiring investigation and correction. It is a part of motivation and control tech. Okay, അതായത് നമ്മൾ കൂടുതൽ സമയം കൊടുക്കേണ്ടതും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതും കറക്ഷൻ ഒക്കെ നടത്തേണ്ടതും അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളിലാണ്.
Okay, so ഇത് എന്ന് പറയുന്നത് it is objectives to facilitate management focus on really important tactical and strategical tasks. മാനേജ്മെന്റ് കൂടുതലായും അവരുടെ സമയവും അവരുടെ എഫേർട്ടും ചിന്തകളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് സ്ഥാപനത്തിന് മോർ ഇമ്പോർട്ടന്റും മോർ ടാക്ടിക്കലും മോർ സ്ട്രാറ്റജിക്കൽ ആയിട്ടുള്ള ടാസ്കുകളിലേക്കാണ് അവർ കൂടുതലായിട്ട് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇതൊന്നും അല്ലാത്ത കാര്യങ്ങള് മറ്റ് ഏജൻസികളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അപ്പോ ഒരു പ്രോപ്പർ ആൻഡ് ടൈംലി ഡിസിഷൻ മേക്കിംഗ് നല്ല രീതിയിൽ നടക്കാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബെറ്റർ യൂട്ടിലൈസേഷൻ ഓഫ് മാനേജേഴ്സ് ടൈം ബൈ ബ്രിങ്ങിങ് ദെയർ അറ്റൻഷൻ ഓൺലി ദോസ് കണ്ടീഷൻസ് ദാറ്റ് അപ്പിയർ ടു നീഡ് മാനേജറിയൽ ആക്ഷൻ. മാനേജറിയൽ ആക്ഷൻ എവിടെയാണോ വേണ്ടത് അതിലാണ് ഇത് ഹെൽപ്പ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്ത കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ MBA കുറെ കൂടി ബിസിനസിന്റെ വളർച്ചയ്ക്കും ഇംപ്രൂവ്മെന്റിനും അവരുടെ സർവീസ് ഒക്കെ കുറെ കൂടി എൻഹാൻസ് ചെയ്യുന്നതിനും റിസോഴ്സസ് നല്ല രീതിയിൽ വാല്യുബിൾ ആയിട്ട് യൂസ് ചെയ്യുന്നതിലും റൂട്ടീൻ ടാസ്ക് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നതിനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. ക്ലിയർ അല്ലേ? പിന്നെ പ്രോസസ് ഓഫ് MBA എങ്ങനെയാ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5 സ്റ്റെപ്പിലൂടെയാണ് ചെയ്യുക. ഫസ്റ്റ് ഓഫ് ഓൾ ഐഡന്റിഫൈങ് ആൻഡ് സ്പെസിഫൈങ് കീ റിസൾട്ട് ഏരിയ, അതിനെ KRAS എന്നാണ് പറയുക, കീ റിസൾട്ട് ഏരിയ. അതാദ്യം ഐഡന്റിഫൈ ചെയ്യുക, നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നെക്സ്റ്റ് സെറ്റിംഗ് സ്റ്റാൻഡേർഡ് ആൻഡ് ഔട്ട്ലൈൻ പെർമിഷൻസ് ഡീവിയേഷൻസ് എസ്പെഷ്യലി ഫോർ KRAs, അതിന്റെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യാം. എന്നിട്ട് ആക്ച്വലും റിയലും ആയിട്ട് അതിനെ കമ്പയർ ചെയ്യുക. എന്നിട്ട് എന്താണ് നമ്മൾ അതിന്റെ ഡീവിയേഷൻസ് വ്യത്യാസം ഉണ്ടെങ്കിൽ അത് എടുക്കാം. എന്നിട്ട് നോൺ പെർമിസിബിൾ, അതായത് പെർമിസ് ചെയ്യാൻ സാധിക്കാത്തതും ക്രിട്ടിക്കൽ ഡീവിയേഷൻസ് വേണ്ടതുമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിലേക്ക് ആവശ്യമുള്ള സ്ട്രാറ്റജീസ് ഡെവലപ്പ് ചെയ്യുക. ക്ലിയർ അല്ലേ? അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് മാനേജ്മെന്റ് ബൈ മോട്ടിവേഷൻ. അറിയാലോ, മോട്ടിവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിപ്പോ സ്റ്റുഡൻസിനാണെങ്കിലും ടീച്ചേഴ്സിനാണെങ്കിലും ഏതൊരു വ്യക്തിക്കാണെങ്കിലും മോട്ടിവേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മുടെ സ്ഥാപനത്തിൽ മോട്ടിവേഷൻ ഉണ്ടെങ്കിൽ എംപ്ലോയീസിന് വർക്ക് ചെയ്യാനൊക്കെ ഒരു ഉഷാർ ഉണ്ടാവുള്ളൂ. ഇപ്പൊ ഒരു മാസം നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു എംപ്ലോയിക്ക് നമ്മൾ എംപ്ലോയി ഓഫ് ദ മന്ത് ഒരു അവാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത മന്ത് അയാളുടെ ഉള്ളിൽ തോന്നും എനിക്ക് അടുത്ത മാസം വാങ്ങണം. അതായത് ഇത് കണ്ടു നിൽക്കുന്നവർക്ക് തോന്നും അടുത്ത മാസം എനിക്ക് വേണം ആ ഒരു അവാർഡ്. കാരണം ഇപ്പോഴും ആളുകൾക്ക് ഇഷ്ടമാണ്, വളരാൻ ഇഷ്ടമാണ്, സക്സസ് ഇഷ്ടമാണ്. പക്ഷെ അവര് അതിലേക്കൊക്കെ എത്തിപ്പെടാത്തതിന്റെ കാരണം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള മോട്ടിവേഷൻ കിട്ടാത്തത് കൊണ്ടാണ്. എപ്പോഴും നമുക്ക് ഒരാളെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അയാളുടെ ഒരു അൺസാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള നീഡ് കണ്ടുപിടിക്കണം. പൈസ ഒരുപാടുള്ള ഒരാൾക്ക് ഞാൻ നിങ്ങൾക്ക് ഇത്ര പൈസ തരാം, നിങ്ങൾ എനിക്കൊരു കാര്യം ചെയ്യുന്നു പറഞ്ഞാൽ അയാൾ അത് ചെയ്തു തരില്ല. ബിക്കോസ് ഹി ഓൾറെഡി ഹാവ് എനഫ് മണി ടു ലിവ്. പക്ഷെ പൈസ ഇല്ലാത്ത ഒരാൾക്ക് നമ്മൾ നിങ്ങൾ ഇത്ര പൈസ തന്നാൽ ഞങ്ങൾക്ക് ഇത് ചെയ്തു തരണം എന്ന് പറയുമ്പോൾ മേ ബി അയാൾ ഇൻഫ്ലുവൻസ്ഡ് ആവും. കാരണം അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളും നടക്കുന്നത്. പൈസ തരാം, വേറെ കാര്യങ്ങളൊക്കെ തരാന്ന് പറഞ്ഞിട്ട് അവരുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന അൺസാറ്റിസ്ഫൈഡ് ആയുള്ള നീഡ്സിനെ നമ്മൾ എന്താണ് ഉണർത്തും. എന്നിട്ടാണ് നമ്മൾ പലരെ കൊണ്ടും പല കാര്യങ്ങളും ചെയ്യിപ്പിച്ചെടുക്കുന്നത്. അങ്ങനെ സംഭവിക്കുന്നത് ഈ മോട്ടിവേഷന്റെ ഒരു കാര്യം തന്നെയാണ്. അപ്പൊ മോട്ടിവേഷൻ നമ്മൾ പോസിറ്റീവ് ആയിട്ടാണ് ഇവിടെ സംസാരിക്കുന്നത്. അതായത് മാനേജ്മെന്റിന് നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റും അവരുടെ എംപ്ലോയീസിനെ. എങ്ങനെയൊക്കെയാണ്? ദ ഫോളോയിങ് മെത്തേഡ്സ് ആർ യൂസ്ഡ് മാനേജ്മെന്റ് ബൈ മോട്ടിവേറ്റിംഗ് ദ എംപ്ലോയീസ്. എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്താലേ അവർ പണിയെടുക്കുള്ളൂ. അങ്ങനെ മോട്ടിവേറ്റ് ചെയ്യാനുള്ള മെത്തേഡാണ് എന്ത്? ഒന്ന് അവർക്ക് റിവാർഡ്സ് കൊടുക്കുക. റിവാർഡ്സ് രണ്ട് രീതിയിലുണ്ട്, ഇൻട്രിൻസിക്കും ഉണ്ട്, എക്സ്ട്രിൻസിക്കും ഉണ്ട്. ഇൻട്രിൻസിക് റിവാർഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് വിച്ച് ഇസ് ഡിറൈവ് ഫ്രം വിത്തിൻ ദി ഇൻഡിവിജ്വൽ. നമുക്ക് സ്വയം തോന്നാന്നൊക്കെ പറയത്തില്ലേ, നമ്മുടെ ഉള്ളിൽ നിന്ന്. ഇപ്പൊ പരീക്ഷയ്ക്ക് എടുക്കുമ്പോൾ നമുക്ക് ഒരു സ്വയം ഒരു തോന്നൽ, ഒരു പഠിക്കണ്ടേ, വല്ലതൊക്കെ പഠിക്കണ്ടേ എന്നൊക്കെ ഉള്ള ഒരു ഉള്ളിൽ നിന്ന് ഒരു ചിന്ത, ആരും പറയാതെ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു സാധനം വരാനുണ്ട്. അതാണ് ഇൻട്രിൻസിക് എന്ന് പറഞ്ഞ സംഭവം. ഇൻട്രിൻസിക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്. ഓക്കെ. എക്സ്ട്രിൻസിക് എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ള ആളുകളുടെ, ഇപ്പൊ നമ്മുടെ പാരന്റ്സ് ഇരുന്ന് പഠിക്ക് നിങ്ങളോടൊന്നും ഇപ്പൊ അങ്ങനെ പറയുന്നുണ്ടാവില്ല, ചെറിയ കുട്ടികളോട് പറയില്ലേ പഠിക്കുക. അതായത് ഒരു ഫോഴ്സ് വരും നമ്മുടെ എന്താ പറയാ, പുറമേ നിന്ന് നമുക്ക് ഒരു ഫോഴ്സ് വരും, ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് വരും നമുക്ക് ഒരു കാര്യം ചെയ്യാൻ വേണ്ടി. അതാണ് എക്സ്ട്രിൻസിക് റിവാർഡ് എന്ന് പറയുന്നത്. അങ്ങനെ രണ്ടെണ്ണം ഉണ്ട്. ഇൻട്രിൻസിക് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് വരുന്നത്, എക്സ്ട്രിൻസിക് എന്ന് വെച്ചാൽ പുറമേ നിന്ന് വരുന്നത്. ഓക്കെ. അപ്പോ ഇൻസെന്റീവ്സ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇൻസെന്റീവ്സ് ആക്ട് ആസ് എ പ്രോമിസിംഗ് റേറ്റ് ഫോർ ആക്ഷൻ. നമ്മൾ പറയാം, നിങ്ങൾ ഈ ഒരു 500 ടാർഗറ്റ് നിങ്ങൾ അച്ചീവ് ചെയ്താൽ നിങ്ങൾക്ക് ഇൻസെന്റീവ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അച്ചീവ് ചെയ്യും. കാരണം നമ്മൾ അത് മോട്ടിവേറ്റ് ചെയ്യും. ബേസിക് സാലറി പ്ലസ് ഇൻസെന്റീവ് കിട്ടാൻ ആരാണ് ആഗ്രഹിക്കാത്തത്? ഓക്കെ. സോ ഇൻസെന്റീവ് എന്ന് പറയുന്നത് പ്രോമിസ് ആണ്. നമ്മളൊരു ആക്ഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് എക്സ്ട്രാ കിട്ടുന്ന ഒരു ഇൻകം ആണ് ഇൻസെന്റീവ്.
സോ അതൊരു അഡീഷണൽ വേജ് ആണ് ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന ഒരു അഡീഷണൽ വേജ്. അത് അവരെ നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യും. ഓക്കെ, അത് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനും ഒരു അച്ചീവ്മെന്റ് ഉണ്ടാക്കാനൊക്കെ അവരെ കൂടുതൽ മോട്ടിവേറ്റ് ചെയ്യും. പിന്നെ വരുന്നതാണ് മോണിറ്ററി ഇൻസെന്റീവ്. മോണിറ്ററി ഇൻസെന്റീവ് എന്ന് പറയുമ്പോൾ ക്യാഷ് ആയിട്ട്, ഇൻ ടേംസ് ഓഫ് മണി ആയിട്ട് നമ്മൾ റിവാർഡ് കൊടുക്കുന്നതിനാണ് മോണിറ്ററി ഇൻസെന്റീവ് എന്ന് പറയാ. ഇനി നോൺ മോണിറ്ററി ഇൻസെന്റീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൈസ അല്ലാതെ which cannot be measured in terms of money. പക്ഷേ ഫോർ എക്സാമ്പിൾ ജോബ് സെക്യൂരിറ്റി, പ്രൈസ് ആൻഡ് റെക്കഗ്നിഷൻ, ആളുകളുടെ ഇടയിൽ നമ്മൾ അറിയപ്പെടുക, നമ്മളെല്ലാവരും ഒന്ന് മനസ്സിലാക്കുക, നമുക്കൊരു റെക്കഗ്നിഷൻ തരിക, നമ്മളെല്ലാവരും പുകഴ്ത്തുക, നമ്മുടെ സജഷൻസ് ആളുകളെ ഉൾക്കൊള്ളുക, നമുക്ക് ചാലഞ്ചിങ് ജോബ്സ് പ്രൊവൈഡ് ചെയ്യുക. ഇവിടെയൊക്കെ നമുക്കൊരു ഒരു മനസ്സിന്റെ ഉള്ളിൽ നിന്ന് ഒരു സന്തോഷം വരാനുണ്ട് അല്ലെ. അത് വേറെ തന്നെ ഒരു മോട്ടിവേഷൻ. ഇപ്പൊ നമ്മളൊരു നല്ലൊരു കാര്യം ചെയ്ത കുറെ ആളുകൾക്ക് മുമ്പിൽ വെച്ച് നമ്മളൊരു ഒരാള് അഭിനന്ദിക്കുമ്പോ ഇറ്റ്സ് ഒരു വേറെ ലെവൽ ഓഫ് സെൻസ് ഓഫ് സന്തോഷമാണ് നമുക്ക് അവിടെ കിട്ടുക. അത് നമുക്ക് എന്തിലും പറയാം, അത് നമുക്കൊരു നോൺ എന്താ പറയുക മോണിറ്ററി ഇൻസെന്റീവ് ആയിട്ട് പറയാം. അത് വേറെ ലെവൽ ഓഫ് സാറ്റിസ്ഫാക്ഷൻ ആണ്. നമ്മളെ ഒരു ഡേ അല്ലെങ്കിൽ ഒരു വീക്ക് തന്നെ ഹാപ്പി ആക്കി വെക്കാൻ മേ ബി അത് മതിയാവും. അതങ്ങനെയാണ് അതിന്റെ ഒരു എഫക്റ്റ് വരിക. സോ അങ്ങനെ പൈസ ആയിട്ട് കിട്ടുന്നതും ഉണ്ട്, പൈസ ഇല്ലാണ്ട് കിട്ടുന്നതും ഉണ്ട് കേട്ടോ. അങ്ങനെ രണ്ട് തരത്തിലുള്ളതുണ്ട്. പിന്നെയാണ് മാനേജ്മെന്റ് ബൈ പാർട്ടിസിപ്പേഷൻ. അതായത് നമുക്ക് നമ്മുടെ വർക്കേഴ്സിന് നമ്മുടെ സ്ഥാപനത്തിൽ പല രീതിയിൽ പാർട്ടിസിപ്പേഷൻ ഉള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. അതായത് കളക്റ്റീവ് ബാർഗൈനിങ്, പിന്നെ വർക്ക്സ് കൗൺസിൽ, ഇതൊന്നും അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഒന്ന് മനസ്സിലാക്കി വെച്ചത്. ജോയിന്റ് മാനേജർ കൗൺസിൽസ് ആൻഡ് കമ്മിറ്റീസ് ആൻഡ് ബോർഡ് റെപ്രസെന്റേഷൻ, വർക്കേഴ്സ് ഓണർഷിപ്പ് ഓൺ എന്റർപ്രൈസ്, അങ്ങനത്തെ. അതായത് സ്ഥാപനത്തില് സ്റ്റാഫിനും പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ മാനേജ്മെന്റിന്റെ പെർഫോമൻസ് നല്ല രീതിയിൽ ഇൻക്രീസ് ചെയ്യുക. പെർഫോമൻസ് എല്ലാം കൊണ്ട്, അതായത് പെർഫോമൻസ് മാനേജ്മെന്റ് എന്ന് പറയുമ്പോൾ അത് കോൺവെർസേഷൻസിലൂടെ ആവാം, ടാർഗറ്റ് സ്റ്റാഫ് ഡെവലപ്മെന്റിലൂടെ ആവാം, എൻകറേജ്മെന്റ് സ്റ്റാഫിന് എൻകറേജ്മെന്റ് കൊടുത്തിട്ടാവാം, അവര് നല്ലൊരു ജോലി ചെയ്താൽ അതിന് ഒരു അപ്രൈസൽ അല്ലെങ്കിൽ റിവാർഡ് കൊടുത്തിട്ടാവാം, അല്ലെങ്കിൽ മോശമായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളെ എലിമിനേറ്റ് ചെയ്തുകൊണ്ടാവാം, എംപ്ലോയീസിന്റെ പെർഫോമൻസിന്റെ ഒരു ഹിസ്റ്ററിന്റെ ഡോക്യുമെന്റ് ചെയ്തുകൊണ്ടാവാം, എംപ്ലോയീസിന് ഗ്രോത്ത് അലോ ചെയ്തുകൊണ്ടാവാം, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. ഓക്കെ, റെഡി അല്ലേ? അപ്പൊ നിങ്ങൾ മെയിൻ ആയിട്ട് ഈ ചാപ്റ്ററിൽ നിന്ന് കുറെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചു പോവുക. കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ഒക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, സോ ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ട കാര്യങ്ങളാണ് എന്താണ് മാനേജ്മെന്റ്, എന്താണ് ഒരു പ്രൊഫഷൻ, എന്താണ് ഫങ്ഷണൽ ഏരിയാസ് ഓഫ് മാനേജ്മെന്റ്, പിന്നെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നതുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്, പേഴ്സണൽ മാനേജ്മെന്റ്, അതുപോലെ തന്നെ എന്താണ് അഡ്മിനിസ്ട്രേഷൻ, എന്താണ് സ്കാലാർ ചെയിൻ, മോഷൻ സ്റ്റഡി, പിന്നെ സയൻസ്, പ്രൊഫഷന്, അതുപോലെ തന്നെ ആർട്ട്, മാനേജ്മെന്റ് ആസ് എ സയൻസ്, മാനേജ്മെന്റ് തോട്ട്, ആദ്യം പറഞ്ഞ തോട്ട്സ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു എൻറ്റയർ ഏരിയയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവല്യൂഷൻ ഓഫ് മാനേജ്മെന്റ്, കോൺസെപ്റ്റ് ആൻഡ് നേച്ചർ ഓഫ് മാനേജ്മെന്റ്, അപ്രോച്ചസ് ടു മാനേജ്മെന്റ്, മാനേജ്മെന്റ് പ്രോസസ്സ്, അതിൽ തന്നെ ഫങ്ഷൻസ്, പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്, ഡയറക്ടിങ് ആൻഡ് കൺട്രോളിങ് എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇനിയും പറയും. പിന്നെ MBO, നേച്ചർ ആൻഡ് എലമെന്റ്സ് ഓഫ് പ്ലാനിങ്, പ്ലാനിങ് ടൈപ്സ്, MBO, സ്ട്രാറ്റജിക് പ്ലാനിങ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കട്ടെ. സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. താങ്ക് യു.